എടാ ആടെ ആരോ വീട് ഗൈസ്. ഗൈസ് അങ്ങനെ മഴ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം റൈഡിങ്, അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിതാ പട്ടുവത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പട്ടുവം നമ്മളെ വേറൊരുത്തുണ്ട്, അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഴ ചെറുങ്ങനെ പാറുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിലില്ല. ഇന്ന് രാവിലെ മുതലേ മഴയായിരുന്നു. നല്ലതില്ലേ? ഗൈസ് അങ്ങനെ രണ്ടാളും ഹെൽമെറ്റാണ് വെക്കുക. നല്ല മഴക്കാറ് കുടിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല, പക്ഷെ ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ടാണ്, ഭയങ്കര ഡാർക്കാണ്. നല്ലൊരു മഴ പെയ്യും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അത്രയും, പക്ഷെ നല്ല രീതിയിൽ മഴ ഇപ്പോൾ പെയ്യും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു മുറ്റത്തേക്ക്. മഴയൊക്കെ അല്ലേ, നാടും ഇതെല്ലാം ഒന്ന് ആസ്വദിക്കാനുള്ള വൈബിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്ര ദിവസം ഷൂട്ടിലായതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഫ്രീ കിട്ടിയോണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സൈക്കിൾ റൈഡ് ടീംസ് വരുന്നുണ്ട്, കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് ഗായ്സ്. ഒരു കാലത്ത് അദ്ദേഹം ഭയങ്കര സൈക്കിൾ ചാമ്പ്യൻ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുള്ളത്. മഴ ഇപ്പം കുറച്ചും കൂടി നല്ലോണം കൂടുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഓൺ ഗോയിങ്. നല്ലതാ പച്ചപ്പിറങ്ങിയൊരു സ്ഥലം, അതിൻ്റെ നടുക്കേക്കൂടെ റോഡ്. ഇവിടെ ഒരു കാവുണ്ട്, കാട്ടിനുള്ളിലൊരു കാവ് ഇടുണ്ട്. ഇപ്പൊ മഴ നല്ലോണം കൂടിയിട്ടുണ്ട്, കൂടി വരുന്നുണ്ട്. നല്ലൊരു മഴ പെയ്യാൻ നല്ല ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് 100 രൂപയുടെ കോട്ടൊക്കെ ഇട്ട് വൈബാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിലാണുള്ളത്. നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് നമ്മളെ പക്കത്തൊരു കുളം, ഇപ്പൊ പുതിയതായിട്ട് ഒരു കുളമുണ്ട്, അവിടേക്കൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്. നല്ലത്. അതെ ഗൈസ് നമ്മൾ ആയിക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ കണ്ടല്ലോ, ഇറങ്ങണേ മോനെ. ഗൈസ് ഇതാണ് ആയിക്കൻ്റെ തറവാട്, ഇതാണ് ആയിക്കൻ്റെ ഇപ്പം ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന വീട്. പണി നടക്കുന്നുണ്ട്. ആയിക്കൻ ഇപ്പം ഉണ്ടോ നമുക്ക് നോക്കാം. ഗൈസ് മഴയായിട്ടാ തോന്നുന്നു, ടിവിയിലൊരു കൂടി നിൽക്കുന്നുണ്ട്. ഹായ്, ഇതാണ് ആയിക്കൻ്റെ അനിയത്തി. ഗൈസ് ഭയങ്കര ഇരുട്ടാണ്. പൊതച്ചും കൂടി കിടക്കുന്ന ലൈറ്റിട്ട്. വെട്ടിയിട്ട വാഴത്തിൻ്റെ പോലെ കിടക്കണണ്ട മോനെ. മോനെ എന്താണ് ഇത്? വെട്ടിയിട്ട വാഴത്തണ്ട ഇങ്ങനെ നീക്കോ? എന്താ 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 എന്ത് കിടക്കണ കിടപ്പണ്ട. അതിന്റെ വ്ളോഗാണ്. ഹായ് പറ. ഇതെന്തായാലും യൂട്യൂബിൽ ഇടും. ഇത് കണ്ടന്റ് എന്തിരി എണീക്കട. വ്ളോഗെല്ലാം ഓഫാക്കി എണീക്ക്. അവൻ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നു. അസഭ്യ വാക്കുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. എണീക്കടാ, ബോഡിയിലെല്ലാരും കാട്ടല്ലേ. അതന്നെ
ഷേ മോശം അങ്ങനെയൊന്നും പറയാം. കുളിക്കുമ്പോ എല്ലാം കാണാ എന്തെന്ന് നീ പറയുന്നത്. ആ എടുത്തോണ്ട് പോണം. എണീക്കടാ എണീക്കടാ. ബ്ലോഗിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവൻ. അപ്പൊ ഇവൻ നമ്മുടെ ബ്ലോഗിൽ കാണിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. ലൈൻ കട്ട് ലൈൻ കട്ട്. സ്കൂളിൽ പോയതാ. സ്കൂളില് അത്രയില്ല അതല്ല അത്രയില്ല. മോള് സ്കൂളിൽ പോകാണ്ട് എടുക്കുന്നു. മോനിതാ ഉറങ്ങുന്നു. അമ്മ ഇതാ സ്കൂളിൽ പോയത്. അമ്മ സ്കൂളിൽ പോയിട്ട് മക്കളെ നോക്കുന്നു. ജോലിയാക്കിട്ട് വേണം മക്കളെ നോക്കാൻ. അതാണ് എന്റെ ലാപ്ടോപ്പിൽ പഠിക്കാൻ വേണ്ടി. അതാണ് ചായ വെച്ചെടുക്ക് ചായ വെച്ചെടുക്ക്. ഇല്ല ലൈൻ ചായ വെച്ചെടുക്ക് ചായ വെച്ചെടുക്ക്. അതിന് അമ്മ അല്ല പിള്ളേരെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ മക്കൾക്ക് എല്ലാം ആയി കൊടുക്കണം. അമ്മ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ മക്കൾക്ക് അമ്മക്കെല്ലാം ആയി കൊടുക്കും. വെള്ളം ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ടാ. ഫോണത്തെ വെള്ളം എൻ്റെ മേത്ത് വീണതാ. അതാണ് ഗൈസ്. ഇതാണ് കണ്ണൂർ ജില്ലയിലെ ഹനുമാൻ കിരീടം. അല്ല അടുത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഇല്ലല്ലോ. ഇനി നമ്മുടെ നാട്ടില് ഹനുമാൻ കിരീടം എന്നല്ല പറയാ അല്ലേ. ഇങ്ങനെ നമ്മൾ ആയിരത്തിനെ കൂട്ടിക്കൊണ്ട് പോവാന്ന്. ആയിരത്തിനെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാന്ന് എവിടെയാന്ന് അറിയില്ല. ആയിരം കൂട്ടിക്കൊണ്ട് പോകുന്ന കുളത്തിലെ കാട്ടിലെ അകമളവും നടുമല്ല ഒരു കുളമാണ്. എടാ ഇതാടെ ഇടലിന് വെള്ളം കയറിയല്ലേ. രണ്ടുമാണ് ആയിരത്തിന്റെ പെറ്റ്. ഇത് ആയിരം പറഞ്ഞ അനുസരിക്കും. പോടാന്ന് ഒന്ന് പോടാ. ആയിരത്തിന്റെ പെറ്റ് 3 കഴികൾ ഒരേ ഫ്രെയിമിൽ. ഗൈസ് അങ്ങനെ നമ്മൾ എടാ ആയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? മറ്റേ കുളത്തിലേക്കല്ലേ? കുളത്തിലേക്ക് പോകുന്നു ഗൈസ്. വെള്ളമല്ല എൻ്റെ പട്ടച്ചെരിപ്പായതുകൊണ്ട് പ്രശ്നമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ പോകുന്നു. എടി ഇതേതാണ് സ്ഥലം? മുതുകൂടിയാ? വെള്ളം 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 കയറിയിട്ടുണ്ട്. അദ്ദേഹം സൗണ്ടിലാക്കിട്ട് എടുക്കാൻ രണ്ട് നോക്കറാ. രണ്ട് സൈലൻസ്. എടാ എന്നാ ഇത് നോക്കി വെള്ളം കയറിയിട്ട് എന്നാ രസം. ആയിരത്തിന് കുറെ കഥകൾ പറയാനുള്ള സ്ഥലം. ആയിരത്തിന്റെ എടാ തറവാട്ടിലാരും ഉണ്ട്? ഇല്ല. ഇതൊക്കെ ഇതിലെ കൂടെ അല്ല ആയിട്ട് നമ്മൾ ആ ഷൂട്ടിന് വേണ്ടിട്ട് നടന്നേ ഈ വയല്. വീട്ടിൽ അന്നേരം എത്ര അല്ല ഇതായിരുന്നു. ഇപ്പൊ ഫുള്ള് വെള്ളം കയറി. എടി ഇത് ഇട്ടതാ. എടി ഇടിൽ തന്നെ പരിപാടി ഇടുന്ന സ്ഥലം ആരെല്ലാം നോക്കിയോ. വെള്ളം കയറി കഴിഞ്ഞാൽ അന്നേരം ഫുൾ പച്ചക്കറി. ഇതല്ലേ കേസ്. നമ്മളങ്ങനെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വെറുതെ വിളിക്ക്. ഓൻ തന്നെ ഇപ്പം നനിയും. ആ വീഴുന്നുണ്ടാ നല്ലോണം വിളിക്ക്. എൻ്റെ മോനെ അത് നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അത് നല്ല മഴ പെയ്യും. ഇപ്പൊ കാർമേഘം നോക്കിയേ. ഈ ഇത് നോക്കിയാ ഇതിൻ്റെ അകത്ത് ഈ സെപ്പറേഷൻ നോക്കിയാ. ഇതാണ് പുഴ, മംഗലശ്ശേരി പുഴ. മംഗലശ്ശേരി പുഴ. എൻ്റെ മോനെ നോക്കിയ സൈഡിൽ നിന്ന്. ഓ മാൻ
ഇവിടെ നിന്ന് കടല് പോലും ഉണ്ടല്ലോ, നോക്കിയേ വെള്ളം ഒഴുകുന്നതും. ഗൈസ് നല്ല മഴ പെയ്തു. വാ നടന്നോ, ഫുൾ മഴ പെയ്തു. നല്ല കാറ്റും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും നനയും. മര്യാദക്ക് പറഞ്ഞല്ലേ കോട്ടിട്ടോ കോട്ടിട്ടോ. എടാ ഇത് നോക്കി, ഈ സൈഡത്ത് ഈ വെള്ളം നോക്കിയേ, എന്തെല്ലോ വിളിച്ചു പോകുന്നുണ്ട്. വെള്ളത്തിന് കളറോ തുള്ളി 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 പ്ലാസ്റ്റിക് എന്നാ വൃത്തി. എന്നാ നോക്കിയേ സപ്രഷൻ. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിക്കെ വണ്ടി വണ്ടി നോക്കിയേ. എടാ മഴയത്ത് ഞാറിടുന്നു, ട്രാക്ടർ പോകുന്നു. ഇതാ ബേക്കിൽ മല കൊച്ച. എന്റെ മോനെ ഇപ്പൊ നല്ല മഴ പെയ്തു. ഓ സീൻ ഗൈസ്, എല്ലാരും നനഞ്ഞു. ഇതാ കോട്ടലിൽ കുറച്ച് ആൾക്കാർ ഇതാ വേണ്ടി പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോലെ ഗൈസ്. ഇത് വല്ലാത്തൊരു ക്ലീനാണ്. ഞാറിടുന്നു, ട്രാക്ടർ, ബേക്കിൽ മല. കമോൺ, നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നിന്ന് എടുക്കാം. അടി ഇതല്ലേ മംഗലശ്ശേരി എന്നാ ഇതിനെന്തെങ്കിലും പറയാണ്ട. നോക്കി ചിത്രം വരച്ചിട്ട് ഭയങ്കര രസമുണ്ട്. നല്ല മഴ പെയ്തു. പോകുന്നു പോകുന്നു. ഓരേ നല്ല കാറ്റ് ഗൈസ്. ഇതാ കുട്ടികൾ സന്തോഷിക്കട്ടെ. ഇതെടുത്ത് ചുമരെല്ലാം ചിത്രം വരച്ചിട്ട് നല്ല സുന്ദരം. നമ്മളെ മെയിൻ തെയ്യം, പറശ്ശിനിക്കടവ്, അങ്ങനെ കുറെ കുറെ ഉണ്ട്. എടാ കൊടിയെല്ലാം മറന്നു പോകാ. കോട്ടിട്ടോ കോട്ടിട്ടോ എന്ന് പറഞ്ഞല്ലേ. അഡ്വഞ്ചർ ഗൈസിതാ മംഗലശ്ശേരി. ഇപ്പൊ നമ്മളിത് മംഗലശ്ശേരിയിലാണ്. ഇത് ഇത് കോട്ടയില് പറന്നു പോണ കോട പറക്കുന്നു. അങ്ങനെ നമ്മൾ പോകുന്നു. ഇവിടെ പറക്കുന്നു. എടാ ഇതിലേക്കൂടെ അങ്ങോട്ടേക്ക് പോണ്ടേ. എടാ കുളം അങ്ങനല്ലേ. ഓ മോനെ, നമുക്ക് വരുമ്പോ നല്ല ചായയും പരിപ്പൊടി നിന്നല്ലോ എന്ന് പറയുന്ന അദ്വൈതേ. അതെ, ഞാൻ സപ്പോർട്ടാ. ആ അദ്വൈത ഡയറ്റാണ്, അതുകൊണ്ട് അദ്വൈതിനൊന്നും മനസ്സിലാക്കണ്ടേ. ഇത്തരം സന്ദർഭങ്ങളിൽ ഡയറ്റ് ഒഴിവാക്കും. അടി ഇതൊക്കെ നല്ല ഞാറെല്ലാം നട്ടിട്ട് ആള് നോക്കിയ ഞാൻ നനഞ്ഞ് മൊത്തം നനഞ്ഞു. ആ പോട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കിടക്കാൻ നോക്കിയേ. എടാ എന്നാ വൃത്തിയുടെ ഇത് ഇങ്ങനെ കാണുമ്പോ. ഗൈസ് കുളം അങ്ങണ്ട് അത്ര. നമ്മൾ ഇനിയും നടക്കണം. ഒരാവേശത്തിൽ നടന്നിട്ട് പോകാന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ നടക്കുന്നു, നടന്ന് നടന്നു പോകുന്നു. എന്റെ മോനെ ഇതാണ് ജ്യോതിഷ് മംഗലശ്ശേരി. എല്ലാരും ഹായ് പറയും, ഹായ് പറയും. ഹലോ ഹലോ ഹലോ. എടാ വാ കുളത്തിൻ്റെ. ഓക്കെ നല്ലൊരു തട്ടുകടയുണ്ട്. നമ്മളങ്ങനെ പോകുന്നു. കേസ് കുറെ നടക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് വള്ളംകളിയെല്ലാം നടക്കുന്ന സ്ഥലം അല്ലേ. മംഗലശ്ശേരി വള്ളംകളിയെല്ലാം നടക്കുന്ന സ്ഥലം. ഇതൊക്കെ സ്തൂപം നോക്കിയാൽ നല്ല സുലേ. ആറ്റെല്ലാം കുടവാർന്നു. ഗൈസ് ഒരു കായലും കാണുന്നുണ്ട്. ഈ മരത്തിൻ്റെ പേരോ ഒന്നും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് സാധനം. ഇതെന്നാടാ ഭയങ്കര ഹാർഡ്. അത് വേറൊരു മരം. ട്രാക്ടർ വയൽ. നമ്മളങ്ങനെ കുളത്തിലേക്ക് കുറച്ചും കൂടി കിടക്കാനുണ്ട്. എന്താ ഈ ഗ്യാപ്പിൻ്റെ കൂടെ എല്ലാം നടക്കണം. നടന്ന് നടന്ന് പോകുന്നു. നദ്യത ചിരിയലുണ്ടല്ലോ.
നമ്മൾ നടക്കുന്നു ഗൈസ്. ഇതെല്ലാവരും ഉണ്ട് ഗൈസ്. മഴയെല്ലാം പോയിട്ട് കുറച്ചും കൂടി ഇതൊന്ന് വളർന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ? ഫുൾ പച്ച വിരിച്ച പോലെ ഉണ്ടാവില്ലേ? യെസ്. ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് ഡ്രോൺ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ഡ്രോൺ പർച്ചേസില്ല. കണ്ണൂർ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? നോക്കി, ഇതാ ഒരു ഇടക്കേ കൂടിയുള്ള വഴിയിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുളത്തിലേക്ക് പോയിട്ട് ഇവിടെ കുളന്നുണ്ട്, സെറ്റ് തന്നെയല്ലേ? കുളത്തിലേക്ക് പോകുന്നു. അതിൻ്റെ സൈഡിലേക്ക് കൂടി ഒരു വഴി, ഇപ്പുറം വയൽ. ഇവിടെ ഇരിക്കേണ്ട സംഭവം ഉണ്ടല്ലോ. അങ്ങനെ പോകുന്നു. അടി ഈടിയല്ല, ഇത് ഇവര് ഇട്ട തന്നെ. നോക്കിയാൽ ഇതിന്റെ വയലല്ലാണ്ട് കുറച്ചും കൂടി കീറിയിട്ട് നോക്കിയ സൈഡിലേക്ക് കൂടെ അല്ലേ? ക്യാമറ എടുത്തിട്ട് നല്ല ഫോട്ടോ എടുക്കായിരുന്നു, പക്ഷെങ്കിൽ മഴ ആയതുകൊണ്ട്. ഗൈസ്, ഇതാ നമ്മൾ എത്താനാ. ഇതാ ഇവിടെയാണ് ആ കുളം. കുളത്തിലേക്ക് നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു വൃത്തിയാണ്. ആംബിയൻസ് തന്നെയല്ലേ ഭയങ്കര. ഗൈസിടാ ഞാറിനില്ലേ? അടി ഞാറിടാനല്ലേ ആക്കുന്നത്? ഞാറിനില്ല പരിപാടി നോക്കുന്നുണ്ട്, ഒരാൾ കളിക്കുന്നുണ്ട്. ഇതിൽ കാണേണ്ടതാണ് ഗൈസ്. അതെ, പുറത്ത് നിൽക്കുന്നവർക്ക് നാട് വിട്ട് പുറത്ത് മിസ് ചെയ്യും, മീൻസ് നാടിനെ മിസ് ചെയ്യുന്നവർക്കും പുറത്ത് ജോലിക്ക് പോയിരിക്കുന്ന ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ തന്നെ വേറത്തുള്ള ഒരു വൈബാണ്. എന്നാൽ ഇപ്പുറം നോക്കിയ വീട്, അതിൻ്റെ നടുക്കേ കൂടെ ഒരു വരമ്പ്. പണ്ടത്തെ കഥയെല്ലാം ആയിട്ട് ഓർമ്മ വരുന്നു. മറ്റേ സ്കൂളിൽ ഞാൻ വരമ്പത്തേക്കൂടെ പോയി കാണാൻ പറ്റില്ല. ഗെയ്സ്, ഇതാണ് എവിടെയാണ് കുളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ചെരുപ്പെല്ലാവരും അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ചളിയാവും എന്തായാലും ഷുവർ. അപ്പം ചെരുപ്പെല്ലാം അയച്ചു വെക്കണം മോനെ. അതിൽ ഏതാ വേണ്ട വെച്ചാൽ നോക്കിയെടുത്തോ. ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നു. ചെരുപ്പെല്ലാം ഇടാക്കല്ലേ? പാൻറ്റെല്ലാം മുടക്കല്ലേ? അവിടെയാണ് കുളം. നമ്മളിതാ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ എല്ലാവർക്കും കൂടെ ഉണ്ട്, എനിക്ക് മാത്രമില്ല. പോടാ, എടാ ചവിട്ടിയിട്ടാലോ? ആടുന്ന് ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പൊ പോവും. ആയിട്ടാ ഐഫോൺ ചളിന്ന് എടുക്കേണ്ടി വരും തോന്നേ. എടാ ഇതാരാ? എടാ ഗൈസ്, ഇത് വല്ലാത്തൊരു അഡ്വഞ്ചർ ആയിപ്പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗൈസ് ഇതാ ഇറങ്ങി പോന്നു. കുറെ ചെരുപ്പെല്ലാം പോയിട്ടുണ്ടോ? ഇന്നെങ്ങനെ വരുമോ? ഒരുത്തടെ ബാക്കിൽ തന്നെ ഉണ്ട് അത്ര. എടാ ഇപ്പം പോവത്. എടാ പാൻറ് കയറ്റി വെക്ക്, ഇല്ല ഫുൾ ചളിയാവും. റിസ്ക് എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം വരുന്നത്ര. ഗൈസ് ഇതാ മേത്തല്ല ചളിയായോ സീൻ. മഴയുണ്ട്. എടാ ചങ്ങായി ബേക്കലുണ്ട് അത്രേ. ഇന്നെങ്ങനെ വരുമോ? എടാ കൂട്ടിട്ട് വാ, അത് സാറല്ല. ഇന്നെങ്ങനെ വരുമോ? എല്ലാരും എന്റെ മോനെ എന്തൊരു ചെളിയാണിത്. വല്ലാത്തൊരു അഡ്വഞ്ചർ വല്ലാത്തൊരു അഡ്വഞ്ചർ ആയിപ്പോയി ഗൈസ്. കുളം
ചളിക്കുളം പലയെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സൈഡിൽ ഭയങ്കര ചളി. ഇതാണ് കുളം. ഇതാണ് ആ കുളം. അതിൻ്റെ ഡ്രോൺ വിഷ്വൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കുളത്തിലെത്തിയിരിക്കുന്നു. എല്ലാവരും ഫസ്റ്റ് ടാസ്ക്കാണ്. ചളിവാരിയത് സീനാണ് ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളിവിടെ അതിഥി ഇതെല്ലാം ഗൈസ് വല്ലാത്തൊരു അഡ്വഞ്ചർ ആയിപ്പോ. ഇത് കാലെല്ലാം നോക്കിയേ, ചളിയാണ് ഗൈസ് ഫുൾ. ഇറങ്ങി വീഴാണ്ടിരുന്നാ മതി. ഗൈസ് അട്ട 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 വന്നു ഗൈസ്. അട്ട കടിച്ചു അട്ട കടിച്ചോ. ഓ അട്ടനെ കളഞ്ഞിരിക്കുന്നു ഗൈസ്. വല്ലാത്തൊരു ടാസ്ക്കാണ്. എടാ ഇതട്ടയാ? ചളി 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 ചളി. ഓ ഗൈസ് ഭയങ്കര സീനാണ്. പക്ഷെ ഡ്രോൺ വിഷ്വൽ ഭയങ്കര രസമുണ്ടാവും അല്ലേ? മോശമില്ല ഗൈസ്, നല്ല രസമുണ്ട്. ആ ചളീൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതും ഒരു വൈബാണ്. നല്ല വയലിൻ്റെ നടുക്കാണ് ഈ കുളം. എക്സാക്ട് വയലിൻ്റെ നടുക്ക്. മഴ, കുളം, വയൽ. ഓ ഗൈസ് വയൽ. ഓ ചളിയാണ് ഗൈസ് ഫുള്ള്. ഇതാ എല്ലാവരും ചളിയില്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. ചളിയാണ് ഗൈസ്. അതിലൂടെ ഇനി പോകാൻ പറ്റില്ല, അതിലൂടെ ഭയങ്കര ചളിയാണ്. നമ്മൾ ഇതിലൂടെ പോകണം. നടന്നു പോകുന്നു. ചെരുപ്പെല്ലാം പോയിട്ടോ. ഇത് കുഴപ്പമില്ല ഗൈസ്, നേരത്തെ കാട്ടി കുഴപ്പമില്ല. വീണ് ഗൈസ്, ചളിയിൽ വീണ് ഗൈസ്. എല്ലാരും ചളിയിൽ പെട്ട്. ചട്ടി നടക്കുക ആള് കിട്ടുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ പോകുന്നു. പറക്കാൻ പറ്റില്ലെങ്കിൽ അതേ ലൂസിഫറിൽ പറയുന്നല്ലേ, ഒരു ഉന്ത് ഒരു തള്ള്. പോന്നോക്കെ എടി വന്ന സീനാണ് ഗൈസ്. എടാ ആടെ ആരോ വീട് ഗൈസ്. ഗൈസ്
ഗൈസ് ഇവിടെ വീണ് ഗൈസ് വീണ് ഇതാക്കി വീണ് ഗൈസ്. ഗൈസ് ഫുൾ വീണിട്ടില്ലേ ഗൈസ്. ഫുൾ ചളിയായി. അങ്ങനെ നമ്മളെല്ലാവരും ഇതാ കരക്കേറിയിരിക്കുന്നു. ആൾക്കാർ വരുന്നുണ്ട്. ഒരു ട്രാക്ടർ ഇതാക്കിയതിൻ്റെ കലയാണല്ലേ. ചങ്ങായത വീലി സീൻ ഇല്ല വീണില്ല. ഗൈസ് എല്ലാവരും പോകുന്നതോ എല്ലാവരും നമ്മളെല്ലാവരും കരക്കേറിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ എത്തി. ഇതാണ് ആ കുളം. അങ്ങനെ നമ്മളതാ കാല് കഴുകാൻ വേണ്ടി പോകണം. ഗൈസ് അട്ടയുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നവർ അതെല്ലാം സൂക്ഷിക്കുക. എല്ലാവരും ഇതാ എല്ലാവരും കാല് കഴുകിക്കൊണ്ടിരിക്കുന്നു. അമ്പിച്ച കാല് കഴുകലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ആരടിക്കും ഫസ്റ്റ്? ഞാൻ ഇടക്കാര് വെച്ച് ഞാൻ ഫസ്റ്റ്. കുണ്ണിയേട്ടൻ ഫസ്റ്റ്. അവിടെ ചെരുപ്പെടുത്തില്ല കേട്ടാ, ചെരുപ്പെടുത്തിട്ട് വരുമല്ലോ. ചെരുപ്പെടുക്കാൻ പോകുന്നു. അവിടെ ഇങ്ങക്ക് എല്ലാരും കൂടെ ഉണ്ട്. കൊടയില്ല ഗൈസ്, ഞാൻ ഇവരെല്ലാം കൂടി ഒറ്റക്കാക്കി. ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നു. ചളിയാണ് ഗൈസ്, ഫുൾ ചളിയെല്ലാം ആയി. അതിനിടയ്ക്ക് ഒരു അട്ടയെല്ലാം കടിച്ച് നമ്മളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വീണില്ല. ഇല്ല ചളിയിൽ പെട്ട് തീർന്നേനല്ലേ ഗൈസ്. ഭയങ്കര ചളിയായിരുന്നു, സീന. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പോകുമ്പോൾ നല്ല ചൂട് നന്നായിട്ടാ കോഫി കുടിക്കാം അല്ലേ. നല്ല കോഫിയെല്ലാം കുടിച്ച് ആയിട്ടിനൊക്കെ നമ്മൾ കോഫിയെല്ലാം കുടിച്ചിട്ട് അപ്പൊ ഗൈസ് എനിക്ക് കരക്കെത്തിയിട്ട് പറയുന്ന കേട്ടിന്. ഓക്കെ ഗൈസ്, യൂട്യൂബ് ഗൈസ് നമ്മളിതാ നടന്നു പോകുന്നു. നടന്നോ വണ്ടി വരുന്നു. നമ്മളങ്ങനെ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം കളി നടക്കുന്ന സ്ഥലം. ഇവിടെ ഇപ്പം ഇങ്ങനെ വെള്ളം കയറി ഉണ്ടാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആക്ടർ പ്രണവ്. ആ സീൻ ഓക്കെ. കൊളങ്ങാണ് കൊളങ്ങാണ പോയതാടാ. കൊളങ്ങാണ പോയതാ. പരിപാടി ഒന്നുമില്ല, വെറുതെ. ഗൈസ് ആ കുളം എന്തിനാക്കിയെന്നില്ലത് നമ്മളെ ജ്യോതിഷ് ഇങ്ങനെ അവൻ അറിയുന്ന രീതിയിൽ അവൻ വിവരിക്കുന്നുണ്ട്. നമ്മുടെ വേനൽക്കാലത്ത് കുറച്ചും കൂടി സൗണ്ട് പറ. വേനൽക്കാലത്ത് കർഷകര് മറ്റേ കൃഷി ആവശ്യത്തിനായിട്ട് ഒരുപാട് ജലത്തിനായി ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പലയിടങ്ങളിൽ നിന്നും വണ്ടികളിലേക്കൂടെയാണ് കൊണ്ടുവന്നിട്ട് ഇതെടുത്ത് ആക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് അവർക്ക് വെള്ളം കിട്ടാത്തൊരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടല്ല. അതെന്ന് പറയുന്നത് അത് അപകടമാണ്. ഒരു 5 മീറ്റർ ആഴമുണ്ട് കുളത്തിന് 5 മീറ്റർ ആഴം എന്ന് പറയുമ്പോൾ ഒരു 3 ആളെ വരെയുണ്ടാവും. അങ്ങനെ 3-6 ആളെ വരെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കിയ കുളമാണ്. ഇതിപ്പോൾ വേനൽക്കാലത്ത് മോട്ടർ വെച്ചിട്ട് ഓരോരോ കൃഷിയിടങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്കിയത്. കുപ്പത്ത് അല്ല, അറബിക്കടലിൽ നിന്ന് ഒലിച്ച്. അറബിക്കടൽ. അതെയാ. ആ ശരി, ഓക്കെ. വേഗം പോയിക്കോ. ഓക്കെ ബൈ. യൂട്യൂബ് ഇന്നിടുവേ, സബ്സ്ക്രൈബ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ അനുപേട്ടൻ. അവൻ്റെ വാ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ ചായക്കടയിൽ എത്തിയിരിക്കുന്നു. എടാ എന്നാ വണ്ടി എടുക്ക്. അടി ഇതെടുത്തിട്ട് ടേസ്റ്റ് നോക്കിയാലോ.
എടാ ഇവൻ വീണ്ടും വന്ന ചായ പിടിക്കാൻ നിർത്തിയിട്ടേ ചായ പിടിക്കാൻ വന്നിട്ടേലേ നോക്കട്ടെ എന്താ നോക്കാം. അപ്പൊ കടിയിലൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ വേറെ മേടിച്ചോ? ഒന്നുകൂടെ ടേസ്റ്റ് നോക്കിയത് നീടോ നമ്മളങ്ങനെ ചായ കുടിക്കാനിരിക്കുന്നു. വെള്ളം ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിരിക്കുന്നു. തിന്നാൻ തുടങ്ങുന്നു. നമ്മൾ ചൂട് ചെറിയ മഴ വെള്ളം അപ്പുറം വയലി ഗൈസ്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നമ്മളിറങ്ങി. ഞാനിതാ തിരിച്ച് ബാക്ക് ടു ഹോം. അപ്പോൾ ഓക്കെ ബൈ. അതിൽ ഇപ്പൊ ഫോൺ കഴിച്ചു പോയേനെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം.